നമസ്കാരം. മത്സരിച്ച 12 സീറ്റിലും സംപൂജ്യ തോൽവി ഏറ്റുവാങ്ങിയതോടെ കേരള കോൺഗ്രസ് എം മുന്നണി മാറ്റത്തിൻ്റെ ആലോചനയിൽ. എങ്ങനെയെങ്കിലും UDF-ൽ എത്തുക എന്നതാണ് ഇപ്പോൾ മാണി ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം. ഇതിന് UDF സന്നദ്ധമാകുമോ എന്നാണ് അറിയാനുള്ളത്. മധ്യ കേരളത്തിൽ മാണി ഗ്രൂപ്പ് ശക്തമായതിനാൽ ഈ ചർച്ചകൾ കോൺഗ്രസിന് തള്ളാൻ കഴിയുകയുമില്ല. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എതിർത്തില്ലെങ്കിൽ മുന്നണി മാറ്റം സാധ്യമായേക്കും. മാണി ഗ്രൂപ്പിൻ്റെ വരവിനെ എതിർത്ത PJ ജോസഫിന് പകരം പാർട്ടി നിയന്ത്രണം ഇപ്പോൾ മകനായ അബു ജോൺ ജോസഫിൻ്റെ കയ്യിലാണ്. അബു പക്ഷേ മാണി ഗ്രൂപ്പിൻ്റെ വരവിന് അനുകൂലമാണ്. ഈ രീതിയിലുള്ള പ്രസ്താവനയാണ് അബു നടത്തിയത്. പക്ഷേ ചർച്ചകൾക്ക് കേരള കോൺഗ്രസ് തന്നെ മുൻകൈ എടുക്കേണ്ടി വരും. LDF പക്ഷത്ത് തുടരാൻ പാർട്ടിയെ നിർബന്ധിച്ച റോഷി അഗസ്റ്റിൻ കൂടി ഇപ്പോൾ മുന്നണി മാറ്റത്തിന് അനുകൂലമാണ്. ഒരു സീറ്റിലും ജയിക്കാൻ കഴിയാത്തതോടെ പാർട്ടിയുടെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ നിലവിൽ പ്രതിസന്ധിയിലുമാണ്. ശനിയാഴ്ച കോട്ടയത്ത് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ആലോചനകളാണ് ഉയർന്നു വന്നത്. ഒന്നുകിൽ ജോസഫ് ഗ്രൂപ്പിൽ ലയിച്ച് UDF-ൽ എത്തുക, അല്ലെങ്കിൽ NDA-യിലേക്ക് മാറുക എന്നൊക്കെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായമുയർന്നത്. കേരള കോൺഗ്രസ് UDF-ൽ തുടരണം എന്ന അഭിപ്രായത്തിലാണ് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളും അണികളും. പക്ഷേ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ രീതിയിൽ പാർട്ടിയിൽ നീക്കം നടന്നപ്പോൾ മന്ത്രിയായിരുന്ന റോഷി അഗസ്റ്റിനും റാന്നി MLA പ്രമോദ് നാരായണനും കൂടിയാണ് ഈ നീക്കം വെട്ടിയത്. ഇവർ ഇരുവരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയവുമടഞ്ഞു. റോഷി അഗസ്റ്റിൻ ഇടുക്കിയിലും പ്രമോദ് നാരായണൻ റാന്നിയിലുമാണ് തോറ്റത്. കനത്ത തിരഞ്ഞെടുപ്പ് തോൽവി വന്നതോടെ നേതാക്കളുടെ അരിശം റോഷിക്കും പ്രമോദ് നാരായണനും നേർക്ക് തിരിയുകയും ചെയ്തു. ഇതോടെയാണ് ഇവരും മുന്നണി മാറ്റത്തിന് സന്നദ്ധമാകുന്നത്. ജോസഫ് ഗ്രൂപ്പുമായുള്ള ഇടച്ചിലിനെ തുടർന്നാണ് UDF വിട്ട് കേരള കോൺഗ്രസ് LDF-ലെത്തിയത്. 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF നേട്ടത്തിന് പിന്നിലെ ശക്തിയായിരുന്നു കേരള കോൺഗ്രസ്. പക്ഷേ ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി തകർന്നടിയുകയായിരുന്നു. 2021-ൽ 12 സീറ്റിൽ മത്സരിച്ചപ്പോൾ 5 സീറ്റിൽ ജയിക്കാൻ കഴിഞ്ഞു. ഇക്കുറിയും 12 സീറ്റിൽ മത്സരിച്ചെങ്കിലും ഒരു സീറ്റിൽ പോലും ജയിക്കാനും കഴിഞ്ഞില്ല. ഇതോടെയാണ് മുന്നണി മാറ്റ ആലോചനകൾ പാർട്ടിയിൽ തുടങ്ങിയതും.